ഗുരുദർശനം പുണ്യ ഗുരുദർശനം മാനവ മക്കൾക്കായി തുണയാകുമിവിടെ ജീവിത ചൈതന്യ ഗുരുദർശനം ഇതോ സുന്ദര സുരവില ശുഭദർശനം ഗുരുദർശനം പുണ്യ ഗുരുദർശനം മാനവ മക്കൾക്കായി തുണയാകുമിവിടെ ജീവിത ചൈതന്യ ഗുരുദർശനം ഇതോ സുന്ദര സുരവില ശുഭദർശനം ഗുരുദർശനം പുണ്യ ഗുരുദർശനം മാനവ മക്കൾക്കായി തുണയാകുമിവിടെ ജീവിത ചൈതന്യ ഗുരുദർശനം ഇതോ സുന്ദര സുരവില ശുഭദർശനം വർണ്ണഭേദങ്ങൾ നിറഞ്ഞാടുന്ന കാലം ജാതി മതദ്വേഷമില്ലാത്ത സ്വാമി വർണ്ണഭേദങ്ങൾ നിറഞ്ഞാടുന്ന കാലം ജാതി മതദ്വേഷമില്ലാത്ത സ്വാമി വിദ്യ നൽകി പ്രതിഭകളാക്കി ഭാവിതൻ മാസുരൻ പ്രതിഭകളാക്കി ഗുരുദർശനം പുണ്യ ഗുരുദർശനം മാനവ മക്കൾക്കായി തുണയാകുമിവിടെ ജീവിത ചൈതന്യ ഗുരുദർശനം ഇതോ സുന്ദര സുരവില ശുഭദർശനം ഗുരുദർശനം പുണ്യ ഗുരുദർശനം മാനവ മക്കൾക്കായി തുണയാകുമിവിടെ ജീവിത ചൈതന്യ ഗുരുദർശനം ഇതോ സുന്ദര സുരവില ശുഭദർശനം
ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ. ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത്. ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നാരായണായ. ഓം നമോ നാരായണായ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ. ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത്. ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം
നാരായണായ ഓം നമോ നാരായണായ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ. ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത്, ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഓം നമോ നാരായണായ ഓം നമോ നാരായണായ. അപ്പോൾ എല്ലാവരും ഈ പരിപാടിയിലേക്ക് ഇതിനെ കുറച്ച് മുന്നോട്ട് വന്ന് ഇരിക്കണമെന്ന് അപേക്ഷിക്കണം. കൂടെ നടത്തുന്നത് മോഹന കൃഷ്ണകുമാർ അവരുടെ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ ഉദ്ബോധങ്ങൾ ഇപ്പോഴും കാലത്തിൽ പ്രചരിക്കേണ്ട അവസ്ഥ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും പഴയ കാലത്തേക്ക് പോയോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്കാണ്. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മ ഉണ്ടാക്കുക, നമ്മൾ ഒരു ജാതി ഒരു മതം ദൈവം എന്ന മഹത്തായ ആശയം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ആശയം ഇനിയും നമുക്ക് തുടർന്ന രീതിയിൽ കൊണ്ടുപോകാനും അതേപോലെ നല്ലൊരു കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടി അധ്യക്ഷ വഹിക്കുന്നതിന് ബഹുമാനിയായ പിന്നെ കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും നേടിയ കുട്ടികൾക്ക് അവർക്ക് വളരെ നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് അവർക്ക് ഭാവി അനുമോദനത്തിന് ഇവിടെ എത്തിയിട്ടുള്ള കുട്ടികളിൽ അവരൊന്ന് ഇങ്ങോട്ട് കടന്നിരിക്കുന്നു. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ക്യാമ്പസ് നേടിയ കുമാരി സി എ ഷാജി SSLC ശ്രീനാരായണ ഗുരുദേവന്റെ 168ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കിഴുന്ന ആശാസ്മാരക വായനശാല എന്ന ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചതയദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ഓരോ നാട്ടുകാർക്കും അതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഗുരുദേവന്റെ ചതയദിനാഘോഷം എൻ്റെ ചെറുപ്പം മുതലേ ഇവിടെ കണ്ടുവരുന്നതാണ്. എല്ലാ വർഷവും മുടങ്ങാതെ ആഘോഷിച്ചു വന്നിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറച്ച് ഗ്രാൻഡായി നടത്താൻ ശ്രമിച്ചു, അത് വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെറും പായസദാനത്തിലും കുട്ടികൾക്കുള്ള അനുമോദനത്തിലും ഒതുക്കുകയായിരുന്നു. ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും വായനശാല കമ്മിറ്റിയുടെ പേരിലും ആഘോഷ കമ്മിറ്റിയുടെ പേരിലും എൻ്റെയും പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ 36 ഡിവിഷൻ കണ്ണൂർ കോർപ്പറേഷൻ റെപ്രസെൻറ്റേറ്റീവ് കൃഷ്ണകുമാർ അവരുടെയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കെ വി സഹദേവൻ അവർക്ക്, രതീശൻ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇന്നത്തെ പരിപാടി അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത SSLC A+ നേടിയ കുട്ടികളും
ശരണം തിരുവടി ശരണം അനിക SSLC ഫുൾ A+ സർട്ടിഫിക്കറ്റ് അറിഞ്ഞ് ആനുകൂല്യങ്ങൾ വന്നതാണ്. ആശംസ സ്മാരക വായനശാല ഗ്രന്ഥാലയ കമ്മിറ്റിയുടെ എല്ലാ അംഗങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു. നിയമമാക്കിയ നമ്മുടെ സഹപ്രവർത്തകരും നാട്ടുകാരുടെ വണ്ടികൾക്ക് നന്ദി രേഖപ്പെടുന്നു. നന്ദി, നമസ്കാരം. പരിപാടിയില്ലേ ഇല്ലെങ്കിലും ഈ അനുമോദനം തന്ന ആശംസ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിനും പ്രിയപ്പെട്ട നാട്ടുകാർക്കും നന്ദി. നന്ദി അറിയിക്കുന്നല്ല. പരിപാടിയില്ലേ ഇല്ലെങ്കിലും ഈ അനുമോദനം തന്ന ആശംസ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിനും പ്രിയപ്പെട്ട നാട്ടുകാർക്കും നന്ദി. നന്ദി അറിയിക്കുന്നല്ല.